ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഇംഗ്ലീഷിലെ ചില മൂലപ്രയോഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് സാഹചര്യത്തിലും നമുക്ക് ധൈര്യമായി ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് അല്ലേ? നമ്മൾ ആദ്യത്തെ പ്രയോഗവും മനസ്സിലാക്കി. ഒരാളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഡോണ്ട്. എന്തായിരുന്നു ഹോംവർക്ക്? പൂക്കൾ പറിക്കരുത്. എങ്ങനെയാണത്? ഡോണ്ട് പറഞ്ഞിട്ട് പറിക്കുക എന്ന് എൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞു അല്ലേ? എന്താണ് പറിക്കുക എന്ന ക്രിയയുടെ ഇംഗ്ലീഷ്? അതറിയില്ലെങ്കിൽ പ്രശ്നമാവും. ഒരു സിനിമയിൽ സലിംകുമാർ പറയുന്ന പോലെ ഡോണ്ട് ഡു എന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരല്ലേ? അപ്പോൾ എന്താണ് പറിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ്? അതാണ് പ്ലക്ക്. അപ്പോൾ പറിക്കരുത്, ഡോണ്ട് പ്ലക്ക്. ഡോണ്ട് പ്ലക്ക് വാട്ട്? ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. ഓക്കെ, പതുക്കെ നടക്കൂ. പ്ലീസ് വാക്ക് സ്ലോലി. നിങ്ങൾ ഈ ഹോംവർക്ക് നന്നായി ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രയോഗത്തിലേക്ക് കടക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഇന്നലെ പത്രം വായിച്ചോ? അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയോ? അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതെങ്ങനെയാണ് പറയുന്നത്? ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഡിഡിൻറ്റ്. ഡിഡിൻറ്റ് പറഞ്ഞിട്ട് ഏത് ക്രിയ പറഞ്ഞാലും ആ ക്രിയ അല്ലെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ ചെയ്തില്ല എന്ന് അർത്ഥം വരും. ഞാൻ വായിച്ചില്ല. അപ്പോൾ വായിച്ചില്ല എന്നെങ്ങനെ പറയും? ഡിഡിൻറ്റ് റീഡ്. ഞാൻ മാർക്കറ്റിൽ പോയില്ല എന്നെങ്ങനെ പറയും? ഡിഡിൻറ്റ് ഗോ. ഞാൻ ക്രിക്കറ്റ് കളിച്ചില്ല. അപ്പോൾ കളിച്ചില്ല എന്നെങ്ങനെ പറയും? ഡിഡിൻറ്റ് പ്ലേ. നമുക്കിതൊന്ന് വാചകത്തിൽ പറയാം. എൻ്റെ കൂടെ പറയണേ. വായിച്ചില്ല എങ്ങനെയാണ്? ഡിഡിൻറ്റ് റീഡ്. ഞാൻ വായിച്ചില്ല. ഐ ഡിഡിൻറ്റ് റീഡ്. ഞാൻ പത്രം വായിച്ചില്ല. ഐ ഡിഡിൻറ്റ് റീഡ് ദ ന്യൂസ് പേപ്പർ. ഞാൻ ഇന്നലെ പത്രം വായിച്ചില്ല. ഐ ഡിഡിൻറ്റ് റീഡ് ദ ന്യൂസ് പേപ്പർ യെസ്റ്റർഡേ. ഇനി പോയില്ല എങ്ങനെയാണ്? ഡിഡിൻറ്റ് ഗോ. ഞാൻ പോയില്ല. ഐ ഡിഡിൻറ്റ് ഗോ. ഞാൻ മാർക്കറ്റിൽ പോയില്ല. ഐ ഡിഡിൻറ്റ് ഗോ ടു ദ മാർക്കറ്റ്. ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയില്ല. ഐ ഡിഡിൻറ്റ് ഗോ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഇനി കളിച്ചില്ല. ഡിഡിൻറ്റ് പ്ലേ. ഞാൻ കളിച്ചില്ല. ഐ ഡിഡിൻറ്റ് പ്ലേ. ഞാൻ ക്രിക്കറ്റ് കളിച്ചില്ല. ഐ ഡിഡിൻറ്റ് പ്ലേ ക്രിക്കറ്റ്. ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചില്ല. ഐ ഡിഡിൻറ്റ് പ്ലേ ക്രിക്കറ്റ് യെസ്റ്റർഡേ. അപ്പോൾ ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയേണ്ട സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഡിഡിൻറ്റ്. ഇംഗ്ലീഷ് ചിലപ്പോഴൊക്കെ ഒരു തൊട്ടാവാടിയെ പോലെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ ഈ എക്സാമ്പിളിലെല്ലാം ഞാൻ വായിച്ചില്ല, ഞാൻ പോയില്ല, ഞാൻ കളിച്ചില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഈ ഞാൻ എന്നതിന് പകരം നീ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവർ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ ശേഷം ഭാഗത്ത് ഒരു ചെറിയ മാറ്റം സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഈ പ്രയോഗത്തിൻ്റെ കാര്യത്തിൽ ഈ ഡിഡിൻറ്റ് ചെയ്തില്ല എന്ന പ്രയോഗം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ എന്നതിന് പകരം ആര് വന്നാലും അതിൻ്റെ പേരിൽ പിന്നീട് സെൻറ്റൻസിൽ മാറ്റം വരുന്നില്ല. ഉദാഹരണം നോക്കാം. ഞാൻ വായിച്ചില്ല എങ്ങനെയാണ്? ഐ ഡിഡിൻറ്റ് റീഡ്. നീ വായിച്ചില്ല. യു ഡിഡിൻറ്റ് റീഡ്. അവൻ വായിച്ചില്ല. ഹി ഡിഡിൻറ്റ് റീഡ്. അവർ വായിച്ചില്ല. ദേ ഡിഡിൻറ്റ് റീഡ്. കേട്ടോ, ഒരു മാറ്റവും വരുന്നില്ല അതിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളൊരു പ്രയോഗമാണ്. എന്നാൽ വളരെ എളുപ്പമുള്ള പ്രയോഗമാണെങ്കിലും ഈ ഒരു പ്രയോഗം ഉപയോഗിക്കുമ്പോൾ പലരും വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. പലരും എന്ന് ഞാൻ പറയുമ്പോൾ നല്ല പഠിപ്പുള്ളവരും പ്രതിമാസം 6 അക്ക ശമ്പളം മേടിക്കുന്നവരൊക്കെയാണ്. നമ്മൾ ഒരിക്കലും ആ മിസ്റ്റേക്ക് വരുത്തരുത്. കാരണം ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആ മിസ്റ്റേക്ക് വരുത്തിയാൽ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള സകല ഇംപ്രഷനും പോയി കിട്ടും. ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് നമ്മൾ ആ മിസ്റ്റേക്ക് വരുത്തുന്നതെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നിലവാരം വട്ടപൂജ്യമാണെന്ന് അവർ വിധി എഴുതും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്നാൽ എന്താണ് ആ മിസ്റ്റേക്ക്? അത് മനസ്സിലാക്കാൻ നമ്മൾ അടുത്ത സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ എനിക്കത് നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തരാനും നിങ്ങൾക്കത് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. ശരി, ഇന്നത്തേക്കുള്ള ഹോംവർക്ക് നോട്ട് ചെയ്തോളൂ. അവർ അവനെ കണ്ടില്ല. അവൾ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഇന്നലെ കട തുറന്നില്ല. കുട്ടി കരഞ്ഞില്ല. ഞങ്ങൾ ഇന്ന് കാപ്പി കുടിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.